നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അഞ്ജിതയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലേ മതിയാവും, അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അത് ഭംഗിയായി നടക്കണമെങ്കിൽ തൽക്കാലം ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹാലോചനയെക്കുറിച്ച് ഗോപിക അറിയാതിരിക്കണം. തൽക്കാലം ഗോപിക ഇത് അറിയണ്ട. അഞ്ജിത വെറുതെ ഒന്നും അല്ലല്ലോ ആ പയ്യന്റെ പിന്നാലെ ചുറ്റുന്നത്. അവളുടെ ഉള്ളില് അയാളോട് കടുത്ത പ്രേമാണ്. അതെനിക്ക് വ്യക്തമാണ്. അഞ്ജിത ഇങ്ങനെ വിട്ടാ അവളുടെ പ്രേമം നോക്കും, അത് അവളുടെ തലയ്ക്ക് പിടിക്കും. അത് പിന്നെ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? രണ്ടുപേരെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി കല്യാണ ആലോചനയായിട്ട് ഭാവിയിൽ ആ ചെക്കന്റെ വീട്ടുകാരെ സമീപിക്കും. ഋഷിയുടെ കുടുംബം എവിടെ നിൽക്കുന്നു, നമ്മുടെ കുടുംബം എവിടെ നിൽക്കുന്നു? അജഗജാന്തര വ്യത്യാസം ഇരു കൂട്ടരുടെയും കുടുംബങ്ങൾ തമ്മിലുണ്ട്. സോ സ്വാഭാവികമായിട്ടും നമ്മൾ വെക്കുന്ന പ്രപ്പോസൽ അവർ നിഷേധിക്കാനാണ് സാധ്യത. അങ്ങനെ റിജക്ട് ചെയ്താൽ എന്തായിരിക്കും അഞ്ജിതയുടെ അവസ്ഥ? അത് വളരെ പരിതാപകരമായിരിക്കും. അവൾക്ക് താങ്ങാനാകാത്ത വിഷമം ഉണ്ടാവും മുത്തശ്ശ. ആ വിഷമം ഉണ്ടാതിരിക്കാൻ വേണ്ടിയാ അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണമെന്ന് ഞാൻ പറയുന്നത്. അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം മുത്തശ്ശ, അതാ നല്ലത്. കാര്യങ്ങളൊക്കെ ശരി തന്നെ, എന്നാലും നിങ്ങളെ രണ്ടാളെയും നിർത്തിക്കൊണ്ട് അഞ്ജിതയുടെ കല്യാണം നടത്തുക എന്ന് വെച്ചാൽ ശ്രീകലിയാണോ മോളെ? അതെ മുത്തശ്ശ. അമ്മേ മോളെ, ഞാൻ മാത്രല്ല മുത്തശ്ശനും ഉണ്ട് ഇവിടെ. മുത്തശ്ശ. അച്ഛാ. മോളെ. അല്ല, എന്താ മുത്തശ്ശനും മോളും കൂടി ഒരു വർത്താനം? ഞങ്ങള് അഞ്ജിതയുടെ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. അല്ല, അതെന്താ ഇപ്പൊ അവളുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കുന്നേ? ഇവളുടെയും ഗോപികയുടെയും കല്യാണം കഴിഞ്ഞ ശേഷം അവളുടെ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ച പോരെ? എങ്കിട്ടാ മുത്തശ്ശ. അമ്മേ, അത് പോരാ. അതെന്താ കാര്യം? പറയാം. ഇതാണ് അവസ്ഥ. കഷ്ടമായി പോയല്ലോ. അല്ല, ഇതാണ് അവസ്ഥയെങ്കിൽ ദേവിക മോള് പറയുന്നത് തന്നെയാ ശരി. അഞ്ജിതയുടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. ഇനി ഒന്നും നോക്കാനില്ല. അഞ്ജിതയുടെ കല്യാണക്കാരിയായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാ നല്ലത്. അമ്മയ്ക്കും കാര്യം മനസ്സിലായി. നീ ഒന്ന് അച്ഛന് ഫോൺ കൊടുത്തേ. മുത്തശ്ശ. അച്ഛാ, അഞ്ജിതയുടെ കല്യാണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്തോളൂ. നിങ്ങൾ രണ്ടുപേരുടെ അഭിപ്രായം ഇതാണെങ്കിൽ നിങ്ങൾ പറയുന്നവർ ചെയ്യാം. ശരി അച്ഛാ. ശരി മോളെ. ഞാൻ എന്തിനാണെന്ന് ആന്റി പറയുന്നത്? ദേവികയ്ക്ക് ആ കുടുംബമായിട്ട് അടുപ്പമുണ്ടല്ലോ. ആ അടുപ്പം വെച്ച് ദേവിക എന്റെ മോൾക്ക് വേണ്ടി സംസാരിക്കണം. ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹം നടക്കാൻ വേണ്ടി മോള് മുന്നിട്ട് നിൽക്കണം. അഞ്ജിതയ്ക്ക് വേണ്ടി നീ അത് ചെയ്യില്ലേ? നീ അത് ചെയ്യണം. എന്റെ മോക്ക് വേണ്ടി ഞാൻ നിന്റെ കാല് പിടിക്കാം. ആന്റി, എന്താ ആന്റി ഇത്? എന്റെ കാല് പിടിക്കൊന്നും വേണ്ട, ഞാൻ സംസാരിക്കാം. അഞ്ജിതയുടെ കാര്യം ഞാൻ ഋഷിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം. നീ തനിച്ച് പോകണ്ട, ഞാനും കൂടെ വരാം.
എന്താ? വെയിറ്റ്. ഇത് തനിക്കുള്ളൊരു സമ്മാനം. ഇതെനിക്കാണോ? ഗോപിയുടെ കഴുത്തില് എത്രയും പെട്ടെന്ന് താലി ചാർത്തണമെന്നാ എന്റെ ആഗ്രഹം. ദേവികേച്ചിയുടെ കല്യാണം കഴിയാതെ അതിന് സാധിക്കില്ലല്ലോ. അതുകൊണ്ടാ തൽക്കാലം ഈ സ്വർണ്ണ ചെയിനിൽ ഒതുക്കുന്നത്. എങ്ങനെയുണ്ട്? കൊള്ളാം. ഡിസൈൻ വളരെ നന്നായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്നാലേ ആ തൃക്കരങ്ങളൊന്ന് നീട്ടിയാട്ടെ. ഉം. അതേ, എന്നെ താലി കെട്ടാൻ കൊതി പൂണ്ട് നടക്കുന്ന ആള് തന്നെ ഇതെന്റെ കഴുത്തിൽ അണിയിച്ചു തരണം. അയ്യോ, സത്യമായിട്ട് ഞാനത് മനസ്സിൽ വിചാരിച്ചതാ. ആണോ? എന്നാലേ എന്തിനാ കാത്തു നിൽക്കുന്നെ? ചടങ്ങ് നടക്കട്ടെ. കേട്ടട്ടെ? മോള് പറഞ്ഞതാ ശരി. ഋഷിയുടെ വീട്ടുകാർ എത്ര വലിയ ആൾക്കാരാ. എത്ര കോടീശ്വരമായ പെൺകുട്ടികളെ ഋഷിക്ക് വേണ്ടി കണ്ടെത്താൻ കഴിയും. ആ സ്ഥിതിക്ക് നമ്മളൊരു വിവാഹാലോചന വെച്ചെന്നാ അവരത് അംഗീകരിക്കുമോ? ഇത് പറഞ്ഞാൽ സുലോചനയ്ക്ക് വഞ്ചതയ്ക്ക് മനസ്സിലാവണ്ടേ? എന്തായാലും നമുക്ക് ഋഷിയുടെ വീട്ടിൽ പോയി സംസാരിക്കാം മുത്തശ്ശ. അവരോട് സംസാരിക്കാതെ ഒരു മുൻവിധി എടുക്കുന്നത് നല്ലതല്ലെന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഒരുപക്ഷെ ഋഷിയുടെ വീട്ടുകാര് ഋഷിയുടെ കാര്യത്തിൽ നമ്മൾ കരുതുന്ന പോലൊരു തീരുമാനം അല്ല എടുക്കുന്നെങ്കിലോ? അതും ശരിയാ. ദൈവനിശ്ചയം എന്താണെന്ന് അറിയില്ലല്ലോ. അല്ല മോളെ, അഞ്ജിതയുടെ വിവാഹം നേരത്തെ നടത്തുന്നതിനോട് നിനക്ക് എതിർപ്പില്ലെന്ന് കരുതി ഗോപി അത് അംഗീകരിക്കണമെന്നുണ്ടോ? അത് ഞാൻ ചിന്തിച്ചു. ഗോപിക്ക് ചിലപ്പോൾ ഇത് ഉൾക്കൊള്ളാനാവില്ല. അഞ്ജിതയുടെ വിവാഹം എനിക്ക് മുന്നേ നടത്താൻ പോവാണെന്ന് അവൾ അറിഞ്ഞ അവൾ എതിർക്കും. അത് മാത്രമല്ല, അവളുടെ അടുത്ത സുഹൃത്താണ് ഋഷി. ആ ഋഷിയായിട്ടാണ് അഞ്ജിത കല്യാണം നടത്താൻ പോകുന്നതെന്ന് കേട്ടാൽ ഒരിക്കലും അവൾ അടങ്ങിയിരിക്കില്ല. അവളിവിടെ വലിയ കോലാഹലം തന്നെ ഉണ്ടാക്കും. അഞ്ജിതയുടെ ആഗ്രഹം സാധിച്ചു കൊടുത്തല്ലേ മതിയാവും. അല്ലാതെ വേറെ വഴിയില്ലല്ലോ. അത് ഭംഗിയായി നടക്കണമെങ്കിൽ തൽക്കാലം ഋഷിയും അഞ്ജിതയും തമ്മിലുള്ള വിവാഹാലോചനയെക്കുറിച്ച് ഗോപിക അറിയാതിരിക്കണം. തൽക്കാലം ഗോപിക ഇത് അറിയണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.